matter. The same lesson we studied in physics. I think you understood from that lesson. Anyway, we just want to go through this lesson. Can you tell what is matter? Anything that has mass and occupies space is called matter. മാറ്റർ ഈസ് ഓൾ അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതെല്ലാം മാറ്ററാണ്. അവർ ബോഡി, ട്രീസ്, എയർ, വാട്ടർ ആർ ദ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ചില എക്സാമ്പിൾസാണ് ഇതൊക്കെ. വാട്ട് ഈസ് മാസ്? ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ that an object contains is called mass. ക്വാണ്ടിറ്റി, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഒരു ഒബ്ജക്റ്റിലുണ്ടോ അതിനെ അതിൻ്റെ മാസ് എന്ന് പറയുന്നു. ഒരു ഒബ്ജക്റ്റിൽ എത്രത്തോളം അളവ്, എത്രത്തോളം ക്വാണ്ടിറ്റി, എത്രത്തോളം അളവ് വസ്തു ആ ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്നു അതിനെ എന്നെ മാസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ദ സ്പേസ് ഇറ്റ് ഓക്യുപ്പൈസ് ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയം. ആ ഒബ്ജക്റ്റ് ഓക്യുപ്പൈ ചെയ്യാൻ എത്രത്തോളം സ്പേസ് വേണോ അതിനെ എൻ്റെ വോളിയം എന്ന് നമ്മൾ വിളിക്കും. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ദർ ആർ 3 important states of matter: solid, liquid and gas. First one, solid. The state of matter that has a definite shape, a definite volume, and that does not flow from one place to another is called solid. Definite shape ഉള്ള, definite volume ഉള്ള, ഒഴുകാൻ കഴിവില്ലാത്ത തരത്തിലുള്ള മാറ്ററിനെ നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുന്നു. ഹരവസ്തുക്കൾ എന്ന് വിളിക്കുന്നു. സോളിഡ് അല്ലെങ്കിൽ ഹരവസ്തു എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സോളിഡ്സിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാകും, ഡെഫിനറ്റ് വോളിയം ഉണ്ടാകും, ഒഴുകാനുള്ള കഴിവ് ഉണ്ടായിരിക്കത്തില്ല. അതിനെ നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുന്നു. It does not change its shape by itself. സോളിഡിന് അതിൻ്റെ ഷേപ്പ് അത് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇറ്റ് ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് only when an external agent such as heat or force act on it. സോളിഡിന് അത് തന്നെ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് ഹീറ്റ്, അതല്ലെങ്കിൽ പുറത്തുനിന്ന് പ്രയോഗിക്കുന്ന ഫോഴ്സ്, ഹീറ്റ് കൊണ്ടോ ഫോഴ്സ് കൊണ്ടോ ഒക്കെ ഒരു സോളിഡിൻ്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ഹാവ് മെനി ഫ്രീ സർഫസസ്. സോളിഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒത്തിരി ഫ്രീ സർഫസസ് ഉണ്ട്. അനേക ഫ്രീ സർഫസസ് ഇതിനുണ്ട്. ഇറ്റ് ക്യാൻ ബി കട്ട് ഇൻ ടു പീസസ്. സോളിഡിനെ നമുക്ക് മുറിച്ച് പീസുകളാക്കാം. എക്സാമ്പിൾസ് ഓഫ് സോളിഡ്: ട്രീ, വുഡ്, ബുക്ക്, സ്റ്റോൺ എക്സെട്ര. ട്രീയും വുഡും ബുക്കും സ്റ്റോണും ഒക്കെ സോളിഡിൻ്റെ എക്സാമ്പിൾസാണ്. Liquids. The state of matter that has definite volume but no definite shape. In this state, it has definite volume but there is no definite shape.
and which can flow from one place to another in some direction is called liquid. ലിക്വിഡ്സിൽ അതിന് ഡെഫിനറ്റ് വോളിയമുണ്ട്, എന്നാൽ ഡെഫിനറ്റ് ഷേപ്പില്ല. ലിക്വിഡ്സിന് ഒഴുകാൻ സാധിക്കും. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ അതിന് ഒഴുകാൻ സാധിക്കും. ഈ സ്റ്റേറ്റിനെ നമ്മൾ ലിക്വിഡ്സ് എന്ന് വിളിക്കുന്നു. ലിക്വിഡ്സ് ടേക്ക് ദ ഷേപ്പ് ഓഫ് കണ്ടെയ്നർ. അത് ഒഴിച്ചു വെക്കുന്ന ലിക്വിഡിന് ഷേപ്പില്ല നമ്മൾ അടിച്ചു. അത് ഒഴിച്ചു വെക്കുന്ന ഏത് കണ്ടെയ്നറാണോ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആ ലിക്വിഡിന് കിട്ടും. ഇറ്റ് ഹാസ് ഓൺലി വൺ ഫ്രീ സർഫസ്. ഇതിന് ഒരു ഫ്രീ സർഫസേ ഉള്ളൂ. അൺലൈക്ക് സോളിഡ്സ് ദേ കനോട്ട് ബി കട്ട് ഇൻ ടു പീസസ്. സോളിഡിനെ നമ്മൾ പഠിച്ചു, ഇറ്റ് ക്യാൻ കട്ട് ഇൻ ടു പീസസ്, ബട്ട് ലിക്വിഡ് കനോട്ട് ബി കട്ട് ഇൻ ടു പീസസ്. ലിക്വിഡിനെ നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കില്ല. എക്സാമ്പിൾസ്: ജ്യൂസ്, മിൽക്ക്, വാട്ടർ, ഓയിൽ, മെർക്കുറി, എക്സെട്ര. നെക്സ്റ്റ്, third state, gas. The state of matter that has no definite shape, no definite volume, and which can flow in all possible directions is called gas. Definite shape ഇല്ല, definite volume ഇല്ല. ഏതൊക്കെ പോസിബിളായിട്ടുള്ള മാർഗങ്ങളുണ്ടോ, ഏതൊക്കെ പോസിബിൾ ഡിറക്ഷനുണ്ടോ ആ ഡിറക്ഷനിലോട്ടൊക്കെ ഇതിന് മൂവ് ചെയ്യാൻ സാധിക്കും, ഫ്ലോ ചെയ്യാൻ സാധിക്കും. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാസ്. എ ഗ്യാസ് ഹാസ് നോ ഫ്രീ സർഫസ്. ഇറ്റ് ഫിൽസ് അപ്പ് ഓൾ ദ സ്പേസ് അവൈലബിൾ. ലൈക്ക് ലിക്വിഡ്സ്, ഇറ്റ് കനോട്ട് ബി കട്ട് ഇൻ ടു പീസസ്. ഗ്യാസിന് ഫ്രീ സർഫസ് ഇല്ല. ഇത് ഏത് കണ്ടെയ്നറാണ് അയക്കുന്ന ആ കണ്ടെയ്നറിലുള്ള മുഴുവൻ സ്പേസും ഓക്യുപ്പൈ ചെയ്യും. ലൈക്ക് ലിക്വിഡ്സ്, ഇറ്റ് കനോട്ട് ബി കട്ട് ഇൻ ടു പീസസ്. ഇതിനെ നമുക്ക് പീസുകളായിട്ട് മുറിച്ചു മാറ്റാൻ സാധിക്കില്ല. ഇറ്റ് എക്സേർട്സ് pressure in all directions equally. Examples: oxygen, carbon dioxide, hydrogen, water vapor. Arrangement of molecules in the three states of matter. The arrangement of molecules in the three states of matter is shown here. Place your cursor on each box representing the molecular arrangement and click to view the description. Solids. You can see here that in solids, the molecules are closely packed. They have least amount of intermolecular spaces. The force of attraction between the molecules is very strong, and free movement of molecules is not possible. That is why solids are rigid and retain their shape. Liquids. Observe that in liquids the molecules are loosely held. There are large intermolecular spaces in liquids. The force of attraction between the molecules is small, and movement of molecules is possible. That is why liquids are not rigid and have no shape of their own. They take the shape of the container. Gases. In a gas, the molecules are separated from one another by wide spaces. The force of attraction between the molecules is the least, and the molecules have maximum freedom of movement. Hence, a gas has neither a definite shape nor a definite volume. Gases and liquids are called fluids because of their ability to flow. Theory of particulate nature of matter states that matter is made up of very small
particles, molecules or atoms. Theory of particulate nature of matter. ആ തിയറി പ്രകാരം മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സൂക്ഷ്മമായ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റം സൂക്ഷ്മമായ പാർട്ടിക്കിൾസ് കൊണ്ടാണ് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദിസ് പാർട്ടിക്കിൾ ഇൻ ആൻ ഒബ്ജക്റ്റ് ഡിറ്റർമൈൻസ് ഇറ്റ്സ് സ്റ്റേറ്റ്. ഒരു മാറ്റർ സോളിഡാണോ ലിക്വിഡാണോ ഗ്യാസ് ആണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ പാർട്ടിക്കിൾസിൻ്റെ, ഈ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് മൂലമാണ്. അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണോ അതുമൂലമാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. Interparticles force, interparticle force, interparticle space. It is also called intermolecular force, intermolecular space, Brownian motion, diffusion. സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ തീരുമാനിക്കപ്പെടുന്ന 4 ഘടകങ്ങളാണ് താഴെ പറഞ്ഞത്. intermolecular force or interparticle force, interparticle space or intermolecular space, Brownian motion, diffusion. Interparticle force, the force of attraction or repulsion that exists between the particles is called interparticle force. What is intermolecular force? The force of attraction or repulsion between the molecules or particles is called interparticular force or intermolecular force. It's maximum in solid state. We know that the intermolecular force of attraction is maximum in solid, decreases in liquid and become negligible in gas. സോളിഡിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് അല്ലെ ഇൻ്റർപാർട്ടിക്കുലർ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ലിക്വിഡിൽ വരുമ്പോൾ അത് കുറവായിരിക്കും. ഗ്യാസിലോട്ട് വരുമ്പോൾ വളരെ നിഗ്ലിജിബിൾ, അതായത് ഇല്ലെന്ന് തന്നെ പറയാം, തള്ളിക്കളയാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷന് ലിക്വിഡ് പാർട്ടിക്കിൾ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാകത്തുള്ളൂ. ഡ്യൂ ടു ദിസ് സോളിഡ് സ്റ്റേറ്റ് ഹാസ് എ ഫിക്സഡ് ഷേപ്പ് ആൻഡ് എ ഡെഫിനിറ്റ് വോളിയം. അതുകൊണ്ട് സോളിഡ് പാർട്ടിക്കിൾസിന് ഫിക്സഡ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയമുണ്ട് ബിക്കോസ് ഓഫ് ദി സ്ട്രോങ് intermolecular force of attraction. Solids have high density because the particles are closely packed together. സോളിഡ്സിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി സോളിഡുകൾക്കാണ്. ലിക്വിഡിനേക്കാളും ഗ്യാസിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ സോളിഡിനാണ്. സോളിഡ്സ് cannot flow freely like liquids and gases because the particles are strongly held in fixed position and can only vibrate about the fixed position. ഗ്യാസിനെ പോലെ അല്ലെ ലിക്വിഡിനെ പോലെ സോളിഡ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല, ഒഴുകാൻ പറ്റത്തില്ല. കാരണം സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ട് അതിൻ്റെ പാർട്ടിക്കിൾസ് അതിൻ്റെ ഫിക്സഡ് പൊസിഷനിലായിരിക്കുന്നു. ആൻഡ് ക്യാൻ ഓൺലി വൈബ്രേറ്റ് അബൌട്ട് ദർ ഫിക്സഡ് പൊസിഷൻ. അതിൻ്റെ ഫിക്സഡ് പൊസിഷന് അതിന് വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. Next, interparticle space or intermolecular space. The space that exists between the particles of matter is called interparticle space. മാറ്ററിലുള്ള മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഉള്ള സ്പേസിനെ നമ്മൾ ഇൻ്റർമോളിക്കുലർ സ്പേസ് അല്ലെങ്കിൽ ഇൻ്റർപാർട്ടിക്കിൾ സ്പേസ് എന്ന് നമ്മൾ വിളിക്കുന്നു. Gaseous state
ഹാസ് മാക്സിമം ഇൻ്റർ പാർട്ടിക്കിൾ സ്പേസ്. ഗ്യാസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻ്റർ പാർട്ടിക്കുലർ സ്പേസ് ഓർ ഇൻ്റർമോളിക്കുലർ സ്പേസ്. ആൻഡ് ഇറ്റ് ഡിക്രീസസ് ഫ്രം ഗ്യാസ് ടു ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ടു സോളിഡ്. ലിക്വിഡിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഇൻ്റർ പാർട്ടിക്കിൾ സ്പേസ് കുറയും. സോളിഡിൽ ഏറ്റവും ഇൻ്റർമോളിക്കുലർ സ്പേസ് ഏറ്റവും കുറവുള്ള സോളിഡിലായിരിക്കും. കുറച്ചുകൂടെ കൂടുതലുള്ള ലിക്വിഡിലായിരിക്കും. ഏറ്റവും കൂടുതലുള്ള മാക്സിമം ഉള്ളത് ഗ്യാസിലായിരിക്കും. ലിക്വിഡ്സ് കുഡ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ് ബട്ട് ഹൗ ഫിക്സഡ് വോളിയം ആൻഡ് ക്യാൻ ബി കംപ്രസ്ഡ് ഡ്യൂ ടു presence of interparticle space between the particles. ലിക്വിഡ്സ് ഒരു പ്രത്യേക ഷേപ്പില്ല, അത് കണ്ടെയ്നറിൻ്റെ ഷേപ്പാകും, പക്ഷേ അതിന് വോളിയമുണ്ട്. അതിന് നമുക്ക് ഒരു പരിധി വരെ കംപ്രസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഇൻ്റർ പാർട്ടിക്കിൾ സ്പേസ്. സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്പേസിലോട്ട് മോളിക്യൂൾസിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പരിധി വരെ ലിക്വിഡ്സിനെ കംപ്രസ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇറ്റ് ഹാവ് ഇൻ്റർ പാർട്ടിക്കിൾ സ്പേസ്. ഗ്യാസസ് ഹാവ് നൈദർ എ ഡെഫിനിറ്റ് ഷേപ്പ് നോർ എ ഡെഫിനിറ്റ് വോളിയം. ഗ്യാസിന് ഒരു ഷേപ്പില്ല, വോളിയവുമില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ എക്സ്ട്രീംലി ലാർജ്. പാർട്ടിക്കിൾസിനിടയിലുള്ള സ്പേസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഫിക്സഡ് ഷേപ്പും ഇല്ല, ഫിക്സഡ് വോളിയുമില്ല. ലാർജ് ഇൻ്റർ പാർട്ടിക്കുലർ സ്പേസ് അവൈലബിൾ ഇൻ ഗ്യാസ്. ദേ ക്യാൻ ബി കംപ്രസ്ഡ് ടു എ വെരി ലാർജ് എക്സ്റ്റെൻറ്റ്. വളരെ ലാർജായിട്ടുള്ള ഇൻ്റർ പാർട്ടിക്കിൾ സ്പേസ് ഗ്യാസിൽ അവൈലബിളാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസിന് വളരെ വലിയ എക്സ്റ്റെൻറ്റിൽ നമുക്ക് കംപ്രസ് ചെയ്യാം. ബ്രൗണിയൻ മോഷൻ. ദ പാർട്ടിക്കിൾസ് ഇൻ എ ഫ്ലൂയിഡ് കീപ് മൂവിങ് റാപ്പിഡ്ലി ഇൻ എനി ഡിറക്ഷൻ ആൻഡ് ദേ ബൊമ്പാർഡ് ഈച്ച് അതർ. അതായത് ഫ്ലൂയിഡിലെ അല്ലെങ്കിൽ ഗ്യാസിലെ, ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒഴുകാൻ, അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസിനാണ് ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ particles in gas or liquids keep moving rapidly in any direction. ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഗ്യാസിലെ പാർട്ടിക്കിൾസിനെ ചെയ്യുന്നു മൂവ് വെരി ഫാസ്റ്റ് ആൻഡ് ദേ ബൊമ്പാർഡ് ഈച്ച് അതർ. ബൊമ്പാർഡ് എന്ന് പറഞ്ഞാൽ അത് പരസ്പരം കൂട്ടിമുട്ടുന്നു. ദ റാൻഡം മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ഫ്ലൂയിഡ് ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ബൊമ്പാർഡ്മെൻറ്റ് എമംഗ് ഈച്ച് അതർ ആൻഡ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് സറൗണ്ടിങ് മീഡിയം. അതായത് ആ പാർട്ടിക്കിൾസ് തമ്മിൽ പരസ്പരം മൂവ് ചെയ്യുകയും പരസ്പരം കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസുമായിട്ടും എന്നെ ചെയ്യുന്നു, കൂട്ടിയിടിക്കുന്നു. ഈ മൂവ്മെൻറ്റിന്, ഈ ബൊമ്പാർഡ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രൗണിയൻ മോഷൻ. ദ ബ്രൗണിയൻ മോഷൻ ഈസ് സ്ലോവസ്റ്റ് ഇൻ സോളിഡ്സ് ബിക്കോസ് the particles in a solid are tightly packed. ബ്രൗണിയൻ മോഷൻ ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം സ്ലോ ആയിരിക്കുന്നത് സോളിഡ്സിലായിരിക്കും. ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്സ് ആർ ടൈറ്റ്ലി പാക്ഡ്. ബ്രൗണിയൻ മോഷൻ ഈസ് ലിക്വിഡ് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ ദാറ്റ് ഇൻ സോളിഡ്. സോളിഡിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ലിക്വിഡിലോട്ട് വരുമ്പോൾ. ഗ്യാസിലോട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ, അതിനേക്കാളും ഫാസ്റ്റായിരിക്കും ഗ്യാസിലോട്ട് വരുമ്പോൾ. ഓക്കെ, അപ്പം ബ്രൗണിയൻ മോഷൻ ഇസ് വെരി സ്ലോ ഇൻ സോളിഡ്സ്, ഫാസ്റ്റ് ഇൻ ലിക്വിഡ്, വെരി ഫാസ്റ്റ് ഇൻ gases. Particles in gas move fastest of all and have the largest interparticular space. ഗ്യാസിലെ പാർട്ടിക്കിൾസ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻ്റർ പാർട്ടിക്കുലർ സ്പേസ് വളരെ കൂടുതലായിരിക്കും
ഗ്യാസിൽ. Hence, gas can expand to fill the container completely. അതുകൊണ്ട് ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ ആ കണ്ടെയ്നർ ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ ഗ്യാസിന് സാധിക്കും. ബിക്കോസ് ദ ഇൻ്റർ മോളിക്കുലർ സ്പേസ് ഈസ് വെരി ഹൈ ഇൻ gas. You can see Brownian motion here. The continuous random motion of the particle and continuous bombardment of the particle each other is called Brownian motion. Next, diffusion. Diffusion is the intermixing of substance by the natural movement of their particle is called diffusion. The intermixing of substance by the natural movement of their particle is called diffusion. Diffusion occurs when two substances are kept in contact with each other. രണ്ട് സബ്സ്റ്റൻസ് കോണ്ടാക്റ്റിലാകുമ്പോഴാണ് ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. ദ പാർട്ടിക്കിൾ ഓഫ് വൺ സബ്സ്റ്റൻസ് മൂവിങ് ടു ദ ഇൻ്റർ പാർട്ടിക്കിൾ സ്പേസ് ഓഫ് ദ അതർ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിൾ മറ്റൊരു സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിളിൻ്റെ ഇടയിലേക്ക് ഇൻ്റർ പാർട്ടിക്കുലർ സ്പേസിലേക്ക് ആ മൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ഡിഫ്യൂഷൻ. യു ക്യാൻ സീ സം ബ്ലൂ ഡോട്ട് ഹിയർ. That blue dot shows the particle of one substance. You can see white dot also. That is the particle or molecule of other substance. വെള്ള പാർട്ടിക്കിൾ മറ്റൊരു സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിൾസാണ്. ബ്ലൂ പാർട്ടിക്കിൾസ് വേറൊരു സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിൾസാണ്. ഈ ബ്ലൂ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കിലേക്ക് വൈറ്റ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്നു. പതുക്കെ അത് കോണ്ടാക്റ്റിലാകുമ്പോൾ സബ്സ്റ്റൻസ് തമ്മിൽ കോണ്ടാക്റ്റ് ആകുമ്പോൾ എൻ്റർ ചെയ്യുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ്, ഈ മിക്സിങ്ങിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ഇൻ സോളിഡ് ഇസ് എക്സ്ട്രീംലി സ്ലോ. സോളിഡിൽ ഏറ്റവും വളരെ സ്ലോ ആണ് ഡിഫ്യൂഷൻ. ഗോൾഡ് ആൻഡ് ലെഡ് പ്രസ്ഡ് ടുഗദർ വിൽ ടേക്ക് എ ഫ്യൂ ഇയേഴ്സ് ടു ഷോ സം ഡിഫ്യൂഷൻ. ഗോൾഡും ലെഡൂടെ നമ്മൾ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചില വർഷങ്ങൾ കൊണ്ട് ശകലം ഡിഫ്യൂഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. യു ക്യാൻ സീ ഡിഫ്യൂഷൻ ഓഫ് സോളിഡ് ഹിയർ. ഡിഫ്യൂഷൻ ഓഫ് സോളിഡ് വെരി സ്ലോ. ഓക്കെ, നമുക്കറിയാം സോളിഡ് തമ്മിലുള്ള ഡിഫ്യൂഷൻ വളരെ സ്ലോ ആണ്. ഏതാനും പാർട്ടിക്കിൾസ്, മറ്റൊരു സബ്സ്റ്റൻസിൻ്റെ ഏതാനും പാർട്ടിക്കിൾസ്, വൈറ്റ് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഈ സബ്സ്റ്റൻസിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് കാണാൻ പറ്റും. വളരെ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ ഡിഫ്യൂസ് ചെയ്തിട്ടുള്ളൂ. ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ ഡിഫ്യൂഷൻ ഓഫ് സോളിഡ്. ലിക്വിഡ്സ് ഡിഫ്യൂസ് ക്വിക്കർ ദാൻ സോളിഡ്. സോളിഡിനേക്കാൾ വേഗത്തിൽ ലിക്വിഡിൽ ഡിഫ്യൂഷൻ സംഭവിക്കും. when a drop of ink is added to a glass of water, the ink molecule diffuses into the water molecules and spread all over uniformly. ഒരു ഡ്രോപ്പ് ഇങ്ക് വെള്ളത്തിലോട്ട് ഒഴിക്കുമ്പോൾ ആ ഇങ്ക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസസ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്ക് ഇങ്ക് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്യും. ഡിഫ്യൂസ് ചെയ്തിട്ട് അത് യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കാവും മൊത്തം ആ ഇങ്കിൻ്റെ കളറായിത്തീരും. ഗ്യാസസ് ഡിഫ്യൂസസ് വെരി ഫാസ്റ്റ്. ഗ്യാസ് വളരെ ഫാസ്റ്റായിട്ട് ഡിഫ്യൂസ് ചെയ്യും. യു ക്യാൻ സീ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് ഹിയർ. In this first picture before diffusion,
second picture after diffusion. The fragrance of perfume spreads out in a room quickly due to the diffusion. അപ്പം നമ്മുടെ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ആ പെർഫ്യൂമിൻ്റെ അകത്തെ പാർട്ടിക്കിൾസ് എയറിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ എയറിൻ്റെ അകത്തുള്ള ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലേക്ക് ആ പെർഫ്യൂമിൻ്റെ പാർട്ടിക്കിൾസ് വന്നിട്ട് അടുത്ത റൂമിൽ ഇരിക്കുന്ന നമുക്ക് പോലും ആ പെർഫ്യൂമിൻ്റെ മണം വരുന്നത് പോലെ വളരെ ഫാസ്റ്റായിട്ട് ഡിഫ്യൂഷൻ സംഭവിക്കുന്നു ഗ്യാസിൽ. മറ്റൊരു എക്സാമ്പിളാണ് ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻ യുവർ ബ്ലഡ്. ഡിഫ്യൂഷന് മറ്റൊരു എക്സാമ്പിളാണ് ഓക്സിജൻ. നമ്മുടെ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു. ലങ്സിൽ വരുന്ന ഓക്സിജൻ ബ്ലഡിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു. അതുപോലെ ലങ്സിലോട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് ബ്ലഡ് വെസൽസിൽ നിന്ന് ലങ്സിലേക്ക് ഡിഫ്യൂസ് ചെയ്താണ് വരുന്നത്.